ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 50+, അതായത് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ 50 വയസ്സ് മുതൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഒരു 50+ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. 50 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 45-50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളുടെ ശരീരത്തിൽ തന്നെ, അതായത് മെനോപോസിൻ്റെ ഒരു ടൈം, ലേഡീസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മെൻ്റലി കുറച്ച് വീക്കാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഒക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേര് നമ്മളോട് വന്ന് പറയാറുണ്ട്, നേരിട്ട് വന്നിട്ടും ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ എന്നോട് പറയുന്ന ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു ഡിപ്രഷനാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാറില്ല. കൂടുതൽ നമ്മൾ പറയും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് നമ്മളുടെ സ്കിന്ന് വീക്കായത്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ശ്രദ്ധിക്കാമായിരുന്നെങ്കിൽ നമുക്ക് അത്രയും വീക്കാവില്ലായിരുന്നു. സോ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെനോപോസിൻ്റെ ടൈം ആണെങ്കിലും ശരി, നമ്മൾ ആ ഒരു ടൈമിൽ ആക്ച്വലി കുറച്ച് കൂടുതൽ നമ്മളുടെ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്കറിയാതെ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഡിപ്രഷനും അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് എല്ലാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. സോ മാക്സിമം ആ ഒരു ടൈം നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഓവർകം ചെയ്യണം. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് നമ്മളുടെ സ്കിന്ന് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂമിംഗ് ഒക്കെ പ്രോപ്പറാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു 50% നമ്മൾക്ക് ആ ഒരു ടെൻഷൻ തീരും. കാരണം നമുക്ക് എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെ എന്ന് നമുക്ക് തോന്നണം. അങ്ങനെ ഒരു ഫീൽ നമ്മുടെ ഉള്ളിൽ വന്നാൽ തന്നെ നമുക്ക് ഏത് ടൈമും ഒന്നും തന്നെ ഒരു വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും എങ്ങനെയാണെങ്കിലും ശരി, ആദ്യം നമ്മളെ ഓക്കെ ആക്കി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മൾ എപ്പോഴും നമ്മളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ആയിരിക്കണം. ഞാൻ ഓക്കെ ആണെന്ന് വേറെ ആരും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മളെപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊക്കെ നമുക്കറിയാം, ഡിപ്രഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പോകുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട്. സോ മാക്സിമം അതൊക്കെ എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നമ്മൾ 17-18 വയസ്സിൽ എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ, ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കണം നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഒരു 45-50 വയസ്സൊന്നും തന്നെയല്ല. നമുക്ക് അത് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനിയും അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് യാത്ര, നമുക്ക് എത്രത്തോളം ദൈവം ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ അവസരം തന്നിട്ടുണ്ടോ അത്രയും നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ജീവിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇരിക്കുന്ന ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഹാപ്പി ആക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സ്കിൻ കെയർ എല്ലാം തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കണം നമുക്ക് ഒരു 50 ഒക്കെ ആകുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ സ്കിൻ കെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതും നമുക്ക് നോക്കാം. നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും സ്കിന്നിനെ നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. കാരണം ആ ഒരു ടൈമിലൊക്കെ കഴിയുമ്പോൾ ഒരു നോർമലി ഇപ്പം എങ്ങനെയാണ് ഏത് പ്രായത്തിൽ ആർക്കാണെങ്കിലും, ആണായാലും പെണ്ണായാലും ആർക്കാണെങ്കിലും നമുക്ക് നമ്മളുടെ ശരീരത്തിൽ നിന്ന് കൊളോജിൻ്റെ അളവൊക്കെ കുറഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ഒക്കെ ആവാൻ തുടങ്ങും. പ്ലസ് ലൂസ് ആവും സ്കിന്ന്, ഭയങ്കര സാഗ് ചെയ്യും. അതുപോലെ തന്നെ റിങ്കിൾസ് കാര്യങ്ങൾ അതിലേക്കൊക്കെ പോകുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ പറയുമല്ലോ, എസ്പെഷ്യലി 40കളിൽ അല്ലെങ്കിൽ 50 വയസ്സൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ഒരു യുവത്വം തോന്നിക്കുന്നുണ്ട് ഫേസിലെന്ന് പറയുന്ന പോലെ. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രൊഡക്റ്റുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, എപ്പോഴും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല പോലെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ എടുക്കുന്ന ഈവൻ ക്ലെൻസർ ആണെങ്കിൽ പോലും നല്ല ക്രീമി ആയിട്ടുള്ള
ക്ലെൻസർ യൂസ് ചെയ്യുക. ടോണർ ആണെങ്കിലും ശരി, മോർണിംഗ് നമ്മുടെ റൊട്ടീൻ എന്തായിരിക്കണം എന്ന് വെച്ചാൽ ക്ലെൻസിങ്, ടോണിങ്, വൈറ്റമിൻ സി മോർണിംഗ് എടുക്കുക. ദെൻ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, ഇതായിരിക്കണം നമ്മുടെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലെൻസർ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ക്ലെൻസർ എടുക്കുക. ദെൻ ടോണർ നമ്മൾക്ക് എങ്ങനെയായിരിക്കണം വെച്ചാൽ മറ്റേ ഇതായിരിക്കാം, റൈസിൻ്റെ ടോണർ എടുക്കാം, അത് നല്ലതാണ്. സ്നെയിലിൻ്റെ ടോണർ എടുക്കാം, അത് നല്ലതാണ്. പിന്നെ ഹൈലറോണിക് ആസിഡ്. സോ ഇതുപോലത്തെ ടോണർ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്കിൻ നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഒരിക്കലും ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ദെൻ മോയ്സ്ചറൈസർ നോക്കുവാണെങ്കിൽ മോയ്സ്ചറൈസർ നല്ല ക്രീമി ആയിരിക്കണം, നല്ലപോലെ നമ്മൾ, കാരണം ആ ഒരു ടൈമിൽ നമുക്കറിയാം ആ ഒരു ഡ്രൈനെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിഗ്മെൻറ്റേഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അത്രയും നല്ലപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, റിങ്കിൾസ് വരാതെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയണത് സ്നൈൽഡ് മോയ്സ്ചറൈസർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. മോയ്സ്ചറൈസർ ഒരു സ്നൈൽഡ് നോക്കിയിട്ട്, അപ്പോൾ അത് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു തരണമെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ സ്നൈൽഡ് മോയ്സ്ചറൈസർ എടുക്കുക. ദെൻ അതുപോലെ തന്നെ സൺസ്ക്രീൻ നമ്മളൊരു 50+ ആയിരിക്കണം നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതേ 50 സൺസ്ക്രീൻ, 50 എപ്പോഴും എടുക്കുക കേട്ടോ. ഒരുപാട് 20, 30 അതൊന്നും എടുക്കാതെ 50 തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതായിരിക്കണം നമ്മുടെ മോർണിംഗ് റൊട്ടീൻ. പിന്നെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ സി എടുക്കണം. ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈറ്റമിൻ സി യൂസ് ചെയ്യുക. ദെൻ നമുക്ക് മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ. അപ്പോൾ ക്ലെൻസിങ്, ടോണർ, വൈറ്റമിൻ സി, ദെൻ മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ. ഈ ഒരു 5 കാര്യങ്ങൾ വേണം നമ്മൾ രാവിലെ ചെയ്യാനായിട്ട്. ദെൻ വൈകിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും പറയുന്നത് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് സ്കിന്നിന്. കാരണം രാവിലെ ഇട്ടിട്ട് നിങ്ങൾ വൈകിട്ട് വരെ, രാത്രി വരെ ഒന്നും ചെയ്യാതിരിക്കരുത്. ഇടയ്ക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ദെൻ നമുക്ക് മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്താൽ സ്കിന്നിന് ഒന്നുകൂടെ ബെറ്റർ ആവും. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് റൊട്ടീൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലത്തെ ടോണർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്ക് റെറ്റിനോൾ, നിർബന്ധമായിട്ടും റെറ്റിനോൾ യൂസ് ചെയ്യുക. ദെൻ കൊളോജൻ സിറം, ദെൻ മോയ്സ്ചറൈസർ. ഇതായിരിക്കണം നമ്മളുടെ നൈറ്റ് റൊട്ടീൻ വരേണ്ടത്. റെറ്റിനോൾ എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം എടുത്താൽ മതി. എല്ലാ ദിവസവും എടുക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്ക്ലി 1 or 2 മതി കേട്ടോ. എല്ലായ്പ്പോഴും എടുക്കേണ്ട, 1-2 പ്രാവശ്യം മതി. പക്ഷെ അതല്ലാത്തവർ നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ 3 പ്രാവശ്യമെങ്കിലും നമുക്ക് റെറ്റിനോൾ, അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കൊളോജിൻ്റെ സിറം, ഞാൻ കഴിഞ്ഞ ദിവസം കൊളോജിൻ സിറം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളോജിൻ്റെ സിറം നമുക്ക് നല്ല റിസൾട്ടാണ്. സോ നമുക്ക് റെറ്റിനോൾ എടുത്തതിന് ശേഷം വേണം കൊളോജിൻ സിറം എടുക്കുക. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ, ഞാൻ പറഞ്ഞ പോലെ സ്നെയിൽഡ് മോയ്സ്ചറൈസർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു റൊട്ടീൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതെങ്കിൽ 50 ഒന്നുമേ അല്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത്രയും റിസൾട്ടായിരിക്കും നമ്മുടെ സ്കിന്നിൽ. ഒരു റിങ്കിൾസോ പിഗ്മെൻറ്റേഷനോ ഡ്രൈനെസ്സോ സ്കിൻ സാഗ് ചെയ്തിരിക്കുന്നതായിട്ട് ഒന്നും കാണില്ല. അപ്പോൾ 100% ഗ്യാരണ്ടിയാണ്. ഇതുപോലെ ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അല്ലാതെ വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലായ്പ്പോഴും, അതായത് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസം മാത്രമല്ല ഇത് ചെയ്യേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതായിരിക്കണം നമ്മളുടെ റൊട്ടീൻ. അപ്പോൾ ഈ ഒരു റൊട്ടീൻ നമ്മൾ കുറച്ച് കാലം ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു 25-30 വയസ്സിലുള്ളവരെക്കാളും നല്ല സൂപ്പർബായിട്ടുള്ള സ്കിൻ ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ലെവല് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ തന്നെ മതി. നമ്മൾ ആവശ്യമില്ലാത്ത ഡിപ്രഷനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പോകണ്ട. ഫസ്റ്റ് നമ്മൾ ഓക്കെ ആക്കി എടുക്കുക. നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു ഫീൽ നമ്മുടെ ഉള്ളിലെല്ലാം കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു പോസിറ്റിവിറ്റി വേറെ ഒന്നും തന്നെ ഇല്ല. കാരണം നമുക്ക് നെഗറ്റീവ് ആവുന്നത് എന്താ പറയുക, നമ്മുടെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ മൈൻഡ് നെഗറ്റീവിലേക്ക് പോയാൽ പോലും നമ്മളെ കണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റണം, കുഴപ്പമില്ല, എന്തൊക്കെ വന്നാലും ഞാൻ ഓക്കെ ആണ്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ
നമ്മളെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മളുടെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കി കൊണ്ടുപോവുക. നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് എന്താ പറയുക, ഒരുപാട് ഇനിയും അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ട് വരട്ടെ. നമുക്കൊന്നും ആയിട്ടില്ല, നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒത്തിരി എന്താ പറയുക, നമ്മളുടെ ഡ്രീമൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഒരുപാട് എല്ലാവർക്കും അവരുടേതായ ഒത്തിരി ഡ്രീം, അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം. സോ ആരും തന്നെ അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഒരു ഡിപ്രഷനിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. സോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളെ നെഗറ്റീവ് ആക്കാൻ പാടില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. സോ ഇതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റം നമുക്ക് ഉണ്ടാവും. ബി പോസിറ്റീവ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാം ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.